രാജമാണിക്യം മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ എല്ലാം നിറഞ്ഞൊരു മാസ് മസാല എന്റർടൈനർ എന്ന് പറയാം. തിരുവനന്തപുരം സ്ലാങ്ങും എല്ലാം ഉടായപ്പോഴത്തേനും മമ്മൂട്ടിയുടെ ആക്ഷൻ, കോമഡി, ഇമോഷൻ എല്ലാം തകർത്താടിയ ഒരു ചിത്രം. അതിനുശേഷം മമ്മൂട്ടിയുടേതായിട്ടുള്ളൊരു ഗംഭീര സിനിമ, ഈ ഗണത്തിൽ വരുന്ന സിനിമ, അതായത് ചിലപ്പം ഇപ്പം ബ്രഹ്മയുഗം പോലെ അല്ലെങ്കിൽ പുഴു പോലെ കാതല് പോലെയുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭീഷ്മറും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരെയും ത്രസിപ്പിക്കുന്ന രാജമാണിക്യം എന്ന് പറയുമ്പോൾ എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നോ രണ്ടോ മൂന്നോ തവണ കാണുന്ന സിനിമകൾ മമ്മൂട്ടിയുടെ സിനിമകൾ പിന്നെ അധികം വന്നിട്ടേ ഇല്ലെന്ന് പറയാം. ഇപ്പം പഴശ്ശിരാജ ആയാലും നമ്മൾ ഈ പോക്കിരാജയൊക്കെ ആയാലും ഒക്കെ അല്ല, ഞാൻ പറഞ്ഞൊരു 2010 കഴിഞ്ഞതിന് ശേഷം അങ്ങനൊരു സിനിമകൾ വന്നിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, സിനിമാക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പം നിതീഷ് സഹദേവൻ സംവിധാനം ചെയ്യുന്ന പേരിടാത്ത ചിത്രം. ഇത് കാരക്കുടിയാണ് ലൊക്കേഷൻ. മമ്മൂട്ടിയുടെ ഒരു ഭാഗ്യ ലൊക്കേഷൻ തന്നെയാണെന്ന് പറയാം. കാരണം മിക്കവാറുള്ള പടങ്ങളെല്ലാം തൊമ്മനും മക്കളും, ചട്ടമ്പിനാട്, അണ്ണൻ തമ്പി, രാജമാണിക്യം ഇതെല്ലാം ഷൂട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. പൊള്ളാച്ചി, കാരക്കുടിയൊക്കെ സ്ഥലങ്ങളാണ്. അന്നേരം നല്ല ഫ്രെയിമുകൾ കിട്ടും. നല്ല സ്ക്രിപ്റ്റാണെന്നാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത്. നല്ല സ്ക്രിപ്റ്റാണ്. നല്ല ഡയറക്ടറാണല്ലോ നിതീഷ് സഹദേവൻ. ഫാലിമി പോലൊരു കൊച്ചു പടത്തിനെ പോലും നല്ല മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ജീവയെ കൊണ്ട് തമിഴ് പടത്തിൽ ഹിറ്റ് അടിപ്പിച്ച സംവിധായകൻ, ജീവയ്ക്ക് ഹിറ്റ് ഇല്ലാതിരുന്നിട്ട് ഹിറ്റ് അടിച്ച സംവിധാനം. അന്നേരം സംവിധാനം നല്ല മേക്കിംഗ് നന്നായിരിക്കും, സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ നല്ല കിടുകാച്ച ഒരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതായത് ഈ വിമർശകർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഇപ്പം സൂര്യയെക്കുറിച്ചും അങ്ങനെ പറയില്ല. സൂര്യ 100 കോടി ഇല്ലാമ്പോൾ സൂര്യയുടെ പടം എല്ലാം ഫ്ലോപ്പാന്ന് പറയുമ്പോൾ കറുപ്പെന്ന് പറഞ്ഞ പടം ഇനി എങ്ങനെ ആയാലും കറുപ്പെന്ന് പറഞ്ഞ പടം 300 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. ഇപ്പം ഇറങ്ങിയ പടം പോലും അത്യാവശ്യം നല്ല സിനിമ എന്നുള്ള രീതിയിൽ 10-200 കോടിയോ 300 കോടിയോ കളക്ട് ചെയ്യാം. അന്നേരം ഒറ്റ സിനിമ മതി ബോക്സ് ഓഫീസ് കീറി മുറിക്കാൻ. പക്ഷേ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ മമ്മൂട്ടിയിൽ നിന്ന് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഇനിയും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾക്കുള്ള ചാൻസ് മമ്മൂട്ടിയിൽ നിന്ന് വളരെയധികം കൂടുതലാണ്. കാരണം കണ്ണൂർ സ്ക്വാഡ് 2 റെഡിയാണെന്ന് അവരുടെ ടീം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ CBIയുടെ റൈറ്റിംഗ് നടക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഖാലിദ് റഹ്മാന്റെ മട്ടാഞ്ചേരി മാഫിയ, ഇങ്ങനെ നല്ല കൊമേഴ്ഷ്യൽ നല്ല സക്സസ് ആകാനുള്ള ചാൻസുകളെല്ലാം ഉണ്ട്. പിന്നെ മമ്മൂട്ടിയിൽ നിന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഡിസ്ട്രിബ്യൂഷൻ നല്ല സൂപ്പർ ആയിരിക്കണം. മമ്മൂട്ടി കമ്പനി ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നല്ല പക്കയാണെങ്കിൽ കളക്ഷൻ അടിപൊളിയായിട്ട് വരും. അന്നേരം നിതീഷ് സഹദേവന്റെ പടം എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഗംഭീര വിജയമാകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം.